കൂടെ ചിറ്റ്ചാറ്റിൽ പങ്കെടുക്കുന്നത് ശ്രീ ജോസ് തോമസ് ആണ്. പല മലയാളികൾക്ക് ഇദ്ദേഹത്തെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് അറിയാൻ സാധിക്കും. ഇദ്ദേഹം 52 ദിവസം ഉത്തർപ്രദേശ് ജയിലിലായിരുന്നു. ഈ മതപരിവർത്തനം എന്ന് പറഞ്ഞ തെറ്റായ കേസുകളൊക്കെ എടുത്ത് ഉത്തർപ്രദേശ് ബലിയായിൽ അദ്ദേഹത്തെ ജയിലിലിട്ടേക്കുമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞിടയ്ക്കാണ് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയത്. അദ്ദേഹം കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര സ്വദേശിയാണ്. അദ്ദേഹത്തോട് നേരിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, എന്താണ് ഉണ്ടായത്. പാസ്റ്റർ ജോസ് തോമസ്, സ്വാഗതം. എന്താണ് ബേസിക്കലി താങ്കളെ ഈ 52 ദിവസം അവിടെ പിടിച്ചിടാനുണ്ടായ കാരണം എന്ത്? ബേസിക്കലി ഒരു കാരണം ഞാൻ ചില ആരോപണങ്ങളാണ് ഉന്നയിച്ചത്, തെറ്റായ ചില ആരോപണങ്ങൾ. അതിലെ ഒരു ആരോപണം എന്ന് പറഞ്ഞാല് നിർബന്ധിച്ച് മതം മാറ്റുന്നു, പിന്നെ ജോലി വാഗ്ദാനം ചെയ്ത് അവരെ പ്രലോഭിച്ച് മതം മാറ്റുന്നു, ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്നു. ഇതൊക്കെയാണ് മെയിനായിട്ട് എതിരെ പറഞ്ഞ ആരോപണങ്ങൾ. അപ്പം ഈ ആരോപണം എല്ലാം പറഞ്ഞിട്ട് ഇവരുടെ ഇതിന്റെ തെളിവ് വല്ലതും ഉണ്ടായിരുന്നു? കാരണം ഞാൻ അതിൻ്റെ ചില ഫോട്ടോകളൊക്കെ കണ്ടു. ഒരു കൊടും ക്രിമിനലിനെ പിടിച്ചുകൊണ്ട് പോകുന്ന പോലെയാണ് അവിടെ പോലീസ് താങ്കളെ പിടിച്ചുകൊണ്ട് പോയതും. അതേപോലെ കുറച്ച് പ്രിന്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, എന്തോ ഈ പ്രിന്റഡ് ആയിട്ടുള്ള ബൈബിളും പരിപാടിയൊക്കെയാണ്. എന്തോ ഇത് സംഭവം? അത് എന്റെ കയ്യിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ബൈബിള്, പിന്നെ അവിടെ കൂടി വന്ന ആൾക്കാർ ഇപ്പൊ ഓൺലൈൻ ബൈബിൾ അവൈലബിൾ ആണ്. ആമസോണിൽ തുടങ്ങിയ ഓൺലൈൻ അവൈലബിൾ ആണ് ബൈബിള്. അതിന് പലരും അങ്ങനെ ബൈബിളൊക്കെ വായിക്കുന്നുണ്ട് ഇപ്പൊ UP-ല്. അപ്പോൾ അവരുടെ കയ്യിലുള്ള ബൈബിള്, പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഷെൽഫിലുള്ള കുറെ പുസ്തകങ്ങള്, എന്റെ തന്നെ മേശ എന്റെ ഫയലുകള്, എന്റെ മോളുടെ എന്റെ സ്കൂളിലെ ഫയൽ എല്ലാം കൂടെയാണ് അവർ ചാക്കിനകത്ത് മാറി ഇട്ടത്. നിങ്ങൾ കണ്ട ദൃശ്യം കണ്ടത്. പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ഹോം തിയേറ്റർ സിസ്റ്റം, ഒരു പ്രൊജക്ടർ സിസ്റ്റം, പിന്നെ PS സിസ്റ്റം, അതെല്ലാം കൂടെ വേറൊരു ചാക്കിനകത്തിട്ട് അവർ കിട്ടുന്ന കാഴ്ചകളാണ് കണ്ടത്, വീഡിയോ ക്ലിപ്പിൽ കണ്ടത്. ബേസിക്കലി എന്ത് പ്രവർത്തനമാണ് തോമസ് അവിടെ നടത്തുന്നത്? ഞാൻ ആ തട്ടിപ്പ് സ്ഥലത്ത് 10 വർഷമായിട്ട് ഉള്ളൊരു മിഷണറിയാണ്. ഞാൻ ഒരു ഗ്രാമത്തിലാണ് ഞാൻ ഇവിടെ ഹെൽത്ത് അവയർനെസ് ക്ലാസ്സുകളെ, പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് അവിടെ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടി പ്രത്യേക ഫ്രീ ആയിട്ട് പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. തമിഴിലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിന് ഞാൻ ചെറിയൊരു ഫീസൊക്കെ ഈടാക്കുമായിരുന്നു. അങ്ങനെ സാമൂഹിക പ്രവർത്തനത്തിലാണ് കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പാട്ടും പ്രാർത്ഥന മാത്രമല്ല, പാട്ടും പ്രാർത്ഥനയായിട്ട് മാത്രം ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു സമൂഹം ഒരു മാറുതാൻ വിചാരിക്കുന്നില്ല. അവർക്ക് ആവശ്യമായ ബേസിക് ആയിട്ടുള്ള അവയർനെസ് ക്ലാസ്സുകൾ എടുത്തേ പറ്റൂ. അവരാരും അപ്രോച്ച് ചെയ്യുന്നില്ല. മിഷണറിമാരാണ് അവരെ അപ്രോച്ച് ചെയ്യുന്നത്. അവര് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമാണ്. അവരാരും അപ്രോച്ച് ചെയ്യുന്നില്ല. ഒരു മിനിറ്റ്. അപ്പൊ പാസ്റ്റർ അവിടെ നടത്തിക്കൊണ്ടിരുന്നത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുമായിരുന്നു, ഹെൽത്ത് അവയർനെസ് ക്ലാസ് എടുക്കുമായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ അവിടെ ദളിറ്റ്സ് അല്ലേ വന്നുകൊണ്ടിരുന്നത്? കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഞാൻ അറിഞ്ഞിടത്തോളം ബലിയ സിറ്റിയിൽ നിന്നും വളരെ അകത്തോട്ട് പോയൊരു ചെറിയ ഗ്രാമത്തിലാണ് പാസ്റ്റർ ഈ ചർച്ചും പരിപാടിയും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം അറിഞ്ഞിടത്തോളം ഏറ്റവും കൂടുതൽ അവിടെ ദളിറ്റ്സ് ആണ് പാസ്റ്റർ ജോസ് തോമസിന്റെ ഈ ക്ലാസ്സിലും ആ ചർച്ചിലും ഒക്കെ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഇതിനു മുമ്പ് ഈ പോലീസ് കേസും താങ്കളെ ജയിലിലിടുന്നതിന് മുമ്പ് താങ്കൾക്ക് വാണിംഗ് തന്നിരുന്നോ? ഇല്ല, എനിക്ക് യാതൊരു വാണിംഗ് എനിക്കില്ലായിരുന്നു. ഞാൻ താമസിക്കുന്നത് ഗ്രാമത്തിൽ മറ്റേ ചെറിയ ഒരു കടാമ്പുഴ ഒരു സിറ്റിയിലാണ് താമസിച്ചത്. അപ്പോൾ എന്റെ അയൽപ്പക്കം, ഞാൻ എന്റെ ആ സ്ഥലത്തെല്ലാം മറ്റ് മതഭാഗയിൽപ്പെട്ടവരാണ്. അവരൊക്കെ എന്നോട് വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. ഈ 10 വർഷമായിട്ട് എനിക്ക് യാതൊരു ഒബ്ജക്ഷനോ എനിക്ക് ഉണ്ടായില്ല. കാരണം എന്റെ മകള് അവിടെ വളരെ അവരോടൊപ്പം കളിച്ച് വളരെ അവിടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു ഹൈൻഡ്ര സ്കൂളിൽ പഠിക്കുന്ന എന്റെ മോള്. അപ്പൊ ഞങ്ങൾ ആ നാട്ടിൽ അവരോട് ആ സമൂഹമായിട്ട് വളരെ ജീവിക്കുന്ന എനിക്ക് യാതൊരു ഒബ്ജക്ഷനും ഈ 10 വർഷം ഉണ്ടായിട്ടില്ല. അത് സത്യമാണ്. അതേപോലെ പാസ്റ്റർ അവിടെ വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്.
അപ്പൊ ഈ വാടക വീട്ടിൽ തന്നെയാണ് നിങ്ങൾ ഈ പറയുന്ന ഹൗസ് ചർച്ച് ഉണ്ടായിരുന്നത്? ആക്ച്വലി ഞാൻ പ്രേയർ ഹാളായിട്ട് ഞാനൊരു വേറൊരു ഹാൾ എനിക്ക് വാടക എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ 2 ആഴ്ചയായിട്ട് ഞാൻ വീട്ടിലോട്ട് ആരാധന കാരണം ഞങ്ങൾ ആ രണ്ടിനടുത്ത ഹാളിന്റെ കുറച്ച് വർക്ക് നടക്കുമായിരുന്നു, കുറച്ച് പെയിന്റിങ് മെയിൻ്റെനൻസ് വർക്ക്. അതുകൊണ്ടാണ് ഞാൻ 2-3 ആഴ്ചയായിട്ട് മാത്രമാണ് ഞാൻ താമസിക്കുന്ന ആ റൂമിൽ അല്ലെങ്കിൽ താമസിക്കുന്ന വീട്ടിൽ ഞാൻ പ്രയർ വെച്ചത്. അവിടെ എന്റെ വീടാണ് ആ വീഡിയോ കാണിക്കുന്നത്. കാരണം ആ വീഡിയോക്കകത്ത് ഞാൻ കണ്ടു താങ്കളുടെ വീട് അതിൻ്റെ കണ്ടു വാടക. ഈ എന്റെ വീടാണ്. Yeah. എത്ര പേരുണ്ടായിരുന്നു താങ്കളുടെ ചർച്ചിൽ? ബേസിക്കലി എത്ര പേരുണ്ട് താങ്കളുടെ ചർച്ചിൽ? അപ്പൊ എന്റെ ബേസിക്കലി ഒരു 150 പേരിലാണ് ഹാളിൽ കൂടുതലായിരുന്നു. പക്ഷെ ആ ഈ ഹാള് മെയിൻ്റെനൻസ് വർക്ക് മാത്രം കുറച്ച് നാളത്തേക്ക് വിട്ടുകൊടുക്കാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്റെ വീട്ടിൽ ഒരു 15 പേര് സൺഡേയില് ആ കൂടി വരുമായിരുന്നു. അത്രേ ഉള്ളായിരുന്നു. ബാക്കി മറ്റു വില്ലേജുകളിൽ ഞങ്ങൾ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നു, മറ്റു വില്ലേജുകളിൽ. അത് അവിടെ അല്ലാതെ മറ്റുള്ള വില്ലേജിലും പാസ്റ്റർ പോകുമായിരുന്നു. ഈ ഈ പോകുമായിരുന്നു വില്ലേജുകളിൽ ക്ലാസ് എടുക്കാനും ട്യൂഷനും ഒക്കെ. ഞാൻ വില്ലേജിൽ നമ്മുടെ ആൾക്കാരുമായിട്ടൊക്കെ വളരെ കോപ്പറേറ്റീവ് ആയിട്ട് അവരുടെ സമൂഹത്തെ ഉന്നതിക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ച വ്യക്തിയാണ്. ഞാൻ വേറെ കാര്യം ചോട്ടെ ജോസ് തോമസിനോട്, നിങ്ങളെ Yes, sir. ആ പോലീസ് Yes. അറസ്റ്റ് ചെയ്ത ശേഷം എന്തൊക്കെയാണ് ഈ പോലീസ് ചോദിക്കുന്നത്? ചോദിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ എത്ര രൂപയാണ് ഇതിന്റെ മതം മാത്രം നിങ്ങൾ കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക്? നിങ്ങൾ പണം ഇടുന്നാണ് വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. നിങ്ങൾ എന്തോ ഉത്തരം കൊടുത്തത്? പിന്നെ ഉത്തരം എന്നെ പിടിച്ചപ്പോഴത്തേക്കും അവര് തന്നെ ഉത്തരം അവരോട് കൂടി ചോദിക്കുന്നത്. ഞങ്ങളെ കൂടുതൽ അവര് പറഞ്ഞ് ഞങ്ങൾ ഇതുവരെ 5 ദിവസം വന്നിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ടാണ് ഈ പാസ്റ്റർ ഞങ്ങളാണ് സഹായിക്കുന്നത് എന്ന് അവരങ്ങോട്ട് ഉത്തരം കൊടുത്തു. ഞങ്ങൾക്ക് പാസ്റ്റർ 5 ദിവസം തന്നിട്ടില്ലെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഞങ്ങളാണ്, പലപ്പോഴും ഈ പാസ്റ്റർക്ക് ഞങ്ങളാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവര് തന്നെ ലോക്കൽ ആൾക്കാരാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട സമയത്ത് നിങ്ങളെ സഹായിക്കാൻ ആൾക്കാരുണ്ടായിരുന്നോ? അപ്പൊ ഇത് സ്പ്രെഡ് ആയതിനു ശേഷം ADF എന്ന സംഘടന ഉണ്ട് ഡൽഹിയിലൊക്കെ. ADF, അലയൻസ് ഡിഫൻസ് ഫോറം, ഒരു ക്രിസ്ത്യൻ വക്കീൽ അഡ്വക്കേറ്റ്സ് കം പാസ്റ്റേഴ്സ് സംഘടന ഇപ്പൊ ഉണ്ട്. അവരെ പിന്നെ ഡൽഹിയിലുള്ള ഒരു പാസ്റ്റർ ജെമി ജോസഫ് IUC ഇന്ത്യൻ യുണൈറ്റഡ് ക്രിസ്ത്യൻസ് എന്ന സംഘടന എന്നെ പുറത്തിറക്കാൻ വേണ്ടി അവരാണ് എനിക്ക് വേണ്ടി പ്രവർത്തിച്ച് എനിക്ക് വേണ്ടി 52 ദിവസം വർക്ക് ചെയ്തത്. അതേപോലെ വേറെ കാര്യം ചോദിട്ടെ, നിങ്ങൾ അവിടെ ഈ സ്പോക്കൺ ഇംഗ്ലീഷ് ഒക്കെ നടത്തുമ്പോൾ പിള്ളേരെ ഫീസ് തരുമായിരുന്നു? ചെറിയ ഫീസ് അതിനോട് തരുമായിരുന്നു. ഞാൻ അങ്ങനെ ആവശ്യപ്പെടാറില്ല. അല്ല, എനിക്ക് അതല്ല, നമ്മുടെ ഈ കാണുന്ന ഈ കാണുന്ന ആൾക്കാർക്ക് വേണ്ടി ചോദിക്കുകയാണ് ഒരു ചോദ്യം. പാസ്റ്റർ ഇപ്പൊ ബലിയായാൽ ജീവിക്കുന്നു, കുടുംബമായിട്ടാണ് ജീവിക്കുന്ന, മോൾ അവിടെ പഠിക്കുന്നു, 10 വർഷമായി. പാസ്റ്ററിന് ജോസ് തോമസിന് എന്താണ് ഈ വരുമാനമുള്ളത്? എന്ത് വരുമാനമുള്ളത്? ഒരു ചെറിയ സംഘടന എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു വാടകയൊക്കെ തരും. പിന്നെ ഈ ഗ്രാമങ്ങളിലെ ആൾക്കാരെ നമ്മളെ എന്നെ സഹായിക്കുമായിരുന്നു. അത് ഞാൻ ടോട്ടലി അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയി കഷ്ടങ്ങളൊക്കെ സഹിച്ച് നമ്മളിത് സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ എന്റെ വിഷൻ അവർക്ക് വേണ്ടി സാക്രിഫിഷ്യലായിട്ട് നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ ലൈഫ് സമയമൊക്കെ അവർക്ക് വേണ്ടി ടോട്ടലി ഞാൻ അവർക്ക് വേണ്ടി തന്നെ ജീവിതം മാറ്റി വെക്കുകയാണ് ചെയ്തത്. ഒന്നും സമ്പാദിച്ചിട്ട് അങ്ങനെ സമ്പാദിക്കാനല്ല പോയത്, എന്റെ ലക്ഷ്യം അതല്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ പ്രതികാലം എനിക്ക് അങ്ങനെ പട്ടിണി കിടക്കാൻ തോന്നിട്ടില്ല. അപ്പൊ ജോസ് തോമസ് ഇപ്പൊ നാട്ടിലാണ്, വീണ്ടും തിരിച്ചു പോവോ? തീർച്ചയായും തിരിച്ചു പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ജയിലിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോൾ താങ്കളുടെ ചർച്ചിലുള്ളവരെയും
സുഹൃത്തുക്കളെയും മറ്റുള്ള നാട്ടുകാരെയും അവരെയൊക്കെ കണ്ട് സംസാരിച്ചോ? ഞാൻ ജയിലിൽ ഇറങ്ങിയ ശേഷം ഒറ്റ തവണ ഞാൻ ആ പർട്ടിക്കുലർ സ്ഥലത്ത് പോയി. അപ്പോൾ ആ നാട്ടിലെ ആൾക്കാരൊക്കെ വളരെ എന്നെ സ്നേഹിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്തു. ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്നുള്ളത് വളരെ നാട്ടുകാരും ഒക്കെ വളരെ എന്നെ സ്നേഹിക്കുകയും ചെയ്തത്. നീ നിൽക്കണം, നീ ഒരിക്കലും പോകരുതെന്ന് പറഞ്ഞ് ഞങ്ങൾ സഹായിച്ച നാട്ടുകാർ എനിക്ക് വേണ്ടി അവര് പിന്നെ എന്നെ കാണുകയും അവരെ ബഹുമാനിക്കുകയും ചെയ്തു. ഞാൻ ജോസ് തോമസിനോട് കാര്യം ചോദിക്കട്ടെ, അവിടെ ദളിറ്റ്സിനെ ഇംഗ്ലീഷ് Yes, sir. പഠിപ്പിക്കുന്നത് അവിടെ ഈ അപ്പർ കാസ്റ്റിന് വലിയ ഇഷ്യൂ ആണല്ലേ ബേസിക്കലി? ഇത് ബേസിക്കലി പ്രശ്നം എന്ന് പറഞ്ഞാൽ ദളിത് ഇങ്ങനെ ടൗണിൽ വരികയോ അല്ലെങ്കിൽ മുൻപന്തിൽ കടന്നു വരികയോ പ്രാർത്ഥിക്കുകയോ അത് ചിലർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് വലിയ പ്രശ്നമാണ്. അത് ദളിത് അടിച്ചിരുന്നും തൊട്ടുകൂടായ്മയും വർഗീയവാദം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്നും അവിടെ വളരെ ശക്തമായി കാണാൻ കഴിയുന്ന സ്ഥലങ്ങളാണ് അവിടൊക്കെ. അവിടെ ഇന്നും ഈ ഭയങ്കരമായിട്ട് ഈ കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഈ കാസ്റ്റിന്റെ വലിയ പ്രശ്നമുള്ള കാസ്റ്റിസം അപ്പൊ നമ്മൾ ചെയ്യുന്ന പാട്ട് പ്രാർത്ഥന അത് മാത്രം നമ്മൾ അവര് സോഷ്യലി മുമ്പോട്ട് കൊണ്ടുവരികയാണ്. അവർ നല്ലൊരു പൗരനാക്കി മാറ്റി ആ ദേശത്തിൽ അവര് പിന്നെ നല്ല അവയർനെസ് ക്ലാസ് കൊടുത്തി മദ്യപാനം, മറ്റ് ഈ പുകവലി, അതോടൊപ്പമുള്ള ഈ എന്താ പറയുന്ന സുരുത്തി, തമ്പാക്ക് ഇങ്ങനെയൊക്കെയുള്ള അതൊക്കെ ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ നല്ല ഒരു വ്യക്തിയായിട്ട് മാറ്റി അവർ നല്ല ഒരു സിറ്റിസണാക്കി നമ്മൾ മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനാണ് ഈ മതകൾക്ക് എന്ന് പറഞ്ഞിട്ട് അത് ആക്ച്വലി അവർ നല്ല മനുഷ്യരെ മാറുക, നല്ലൊരു ഇന്ത്യൻ പൗരനായി മാറുകയാണ് ചെയ്യുന്നത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അല്ലാതെ മതം മാറ്റി ഒന്നും സാധിക്കാറില്ല. മതം മാറ്റമല്ല ചെയ്യുന്നത്. അത് യേശുവിന്റെ സ്നേഹത്തിൽ കൂടെ അവര് ആ രീതിയിലാണ്. യെസ്. അപ്പം താങ്കളുടെ ഭാര്യയൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് പറഞ്ഞു ഈ സംഭവം? കാരണം ഇനി നടത്തണ്ട, ഇനി ഈ പരിപാടി ഒന്നും പോകണ്ട എന്നൊക്കെ പറഞ്ഞു. ഇല്ല, എല്ലാരും എനിക്ക് ഇല്ല, ഇത് നമ്മുടെ ഓൾറെഡി ഇതൊക്കെ റെസ്പെക്ട് ചെയ്യുകയല്ലേ. കാരണം അക്കോർഡിംഗ് ടു ബൈബിൾ ആയാലും ഇതൊക്കെ നമുക്ക് ഓപ്പോസിഷനൊക്കെ വരും. പക്ഷെ നമ്മൾ സ്നേഹം കൊണ്ട് മാത്രമാണ് അവര് നമുക്കല്ലാതെ ഒരു ശത്രുതയൊന്നുമില്ല. നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ. അവരെ എല്ലാ മതങ്ങളെ സ്നേഹിക്കുകയും ഞാൻ ഒരു മതത്തിൽ വിളിച്ചിട്ടില്ല. കാരണം ഞാൻ താമസിക്കുന്ന ഒരു മുസ്ലിം വീട്ടിലാണ്. എന്റെ അയൽപ്പക്കാരെല്ലാം ഹൈന്ദവരായ സ്നേഹിതരാണ്. ഏതായാലും നിങ്ങളുടെ ഉദ്യമം നടക്കട്ടെ. അവിടെയുള്ള ദളിറ്റ്സുകൾ അവർക്ക് എഡ്യൂക്കേഷൻ കിട്ടിട്ട് അവർ മെയിൻ സ്ട്രീമിൽ വരട്ടെ. എല്ലാ ആശംസകളും നേരത്തെ. താങ്ക് യു വെരി മച്ച്.